2 ദിവസങ്ങളിലായി ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേള സമാപിച്ചു. ഉപജില്ലയിലെ 70-ലധികം സ്കൂളുകളിൽ നിന്നുമായി 3000-ഓളം കുട്ടികളാണ് വിവിധ വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ മാറ്റുരച്ചത്. പ്രവൃത്തി പരിചയമേള, സാമൂഹിക ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള, IT മേള എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിൽ കിടപ്പ് രോഗികൾക്കായുള്ള ഉപകരണം മുതൽ മാലിന്യ സംസ്കരണം, സുരക്ഷാ മുൻകരുതലുകൾ ഉൾപ്പെടെയുള്ളവ കുട്ടികൾ അവതരിപ്പിച്ചു. ഇതിന് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഈ സെൻസർ 120 ഡിഗ്രി സെൻസർ ചെയ്യുന്ന അന്നേരം ഫ്രണ്ടിലെല്ലാം ഉള്ളത് കാണാം. ഇത് നമ്മൾ ഈ കോഡെല്ലാം ചെയ്യുന്നത് അർഡിനോയിലാണ്. ഈ അർഡിനോ കണക്ട് ചെയ്തുകൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യുന്നത്. ഈ അർഡിനോയുടെ C++ കോഡാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ അർഡിനോ BT 8-ബിറ്റ് മൈക്രോ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിലെല്ലാം കോഡ് ചെയ്യാനും 32 KB സ്റ്റോറേജും ഉണ്ട്. നമുക്ക് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ആയിരിക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് അറിയാൻ പറ്റും, ക്ലോസ് ചെയ്യാം. പിന്നെ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ലൈറ്റ് കത്തിയിട്ട് നമുക്ക് ഇത് തുറന്നിരിക്കും. അന്നേരത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും നിറഞ്ഞിരിക്കുക, എല്ലാം അറിയാൻ പറ്റാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇതാണ് പേഷ്യൻ്റ് ഹെൽപ്പർ ഗ്ലൗ. ഇത് ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ കിടപ്പിലായ രോഗികൾക്ക് ഇത് ഒരു യൂസ്ഫുൾ സാധനമാണ്. ഇതിനകത്ത് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഈ LCD ഡിസ്പ്ലേയിൽ കാണിക്കും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് LCD ഡിസ്പ്ലേ, ഒന്ന് അർഡിനോ നാനോ, പിന്നെ ഇലക്ട്രോമീറ്റർ. ആക്സിലറോമീറ്റർ സെൻസർ ഉപയോഗിച്ച് ഇതിൻ്റെ നീക്കം തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ LCD ഡിസ്പ്ലേ കാണിക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് സംസാരിക്കാതെ തന്നെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇത് LCD ഡിസ്പ്ലേ പ്രദർശിപ്പിക്കാം. പിന്നെ വീട്ടിലും ആശുപത്രിയിലും ഒരേപോലെ ഉപയോഗിക്കാം. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ലളിതവും വിലക്കുറവുമായ സാധനങ്ങളാണ്. ഒരു ലളിതമായ ഡിസൈനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശാസ്ത്രമേളയുടെ ഭാഗമായി LP വിഭാഗത്തിലെ കുട്ടികളുടെ വാഴ വിഭവങ്ങൾ മേളയിൽ വേറിട്ട കാഴ്ചയായി. ഏരൂരിന്റെ ഉത്സവമായി ശാസ്ത്രമേള മാറിയെന്നും സംഘാടകർ അടക്കം മുഴുവൻ പേർക്കും നന്ദി അറിയിക്കുന്നതായും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഹഫറുദ്ദീൻ പറഞ്ഞു. മത്സരങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു. എല്ലാ സ്കൂളുകളും ഏകദേശം 76ഓളം സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളെല്ലാം തന്നെ വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചത്. ഓരോ സ്കൂളുകളും ഒന്നിനു പിറകെ ഒന്നായിട്ട് ഒന്നാമതെത്തണം എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്, സൈറ്റിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തൊക്കെയായാലും ഏരൂരിൻ്റെ ഒരു ഉത്സവമായിരുന്നു നമ്മുടെ ഈ ശാസ്ത്രമേള എന്ന് പറയുന്നതിൽ തർക്കമില്ല. എല്ലാവരുടെയും ഒത്തിണക്കത്തോടുള്ള പരിപാടിയായിരുന്നു ഏരൂരിൽ നടന്നത്. എല്ലാവർക്കും അതിൻ്റെ അനുമോദനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടനം ചെയ്തു. നാട്ടുവാർത്ത, ഏരൂർ.